കേരള അസംബ്ലി ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏറനാട് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ മികച്ച പോളിംഗ് തുടരുന്നു. കീഴ്ശ്ശേരി ആലഞ്ചുവടി UP സ്കൂളിൽ വോട്ട് ചെയ്ത് ഏറനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷഫീർ കീഴ്ശ്ശേരി പ്രതികരിക്കുന്നു. നമസ്കാരം. ഷഫീർ കീഴ്ശ്ശേരി, നമുക്കറിയാം കീഴ്ശ്ശേരിയിലെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ആലഞ്ചുവട് 185-ാം ബൂത്തിൽ അദ്ദേഹം വോട്ടിംഗ് ചെയ്ത് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ പങ്കാളിയാവണമല്ലോ. നമുക്കറിയാം 7 പഞ്ചായത്തുകളും അതുപോലെ തന്നെ കവലകളും ഒക്കെ തന്നെ പൂർത്തീകരിച്ചു. അതിൻ്റെ ഒരു ഫൈനൽ റൗണ്ടാണ് ഇന്ന്. അത് എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് അദ്ദേഹത്തിന്? ഈ ഒരു ചെറിയ സമയമാണ്, ഈ ഒരു ഇലക്ഷന് നമുക്കറിയാം ചെറിയ സമയമാണ് കിട്ടുക. അത് എത്രത്തോളം അദ്ദേഹത്തിന് കോൺഫിഡൻ്റ് ഉണ്ട്? ഹൈലി കോൺഫിഡൻ്റ് ആണ്. ജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം നന്നായി ശ്രദ്ധിച്ചു. വികസന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ അഭിപ്രായം പറഞ്ഞു. നാട്ടിലെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടു. അവർ നൽകിയ ഒരു ഊർജ്ജം ചെറിയ ഊർജ്ജമല്ല. ആ ഊർജ്ജമാണ് ഹൈലി കോൺഫിഡൻസ് ആണ് എന്ന് പറയാനുള്ള കാരണം. ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ടല്ലോ ജയിക്കും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ജയിക്കും. കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ താങ്കളുടെ ഈ ഒരു വിജയത്തിന് എത്രത്തോളം ആത്മവിശ്വാസം പകരുന്നുണ്ട്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലുണ്ടായ ഒരു വികസന മുന്നേറ്റമുണ്ട്. ആ വികസന മുന്നേറ്റമാണ് കേരളത്തിലെ ആകമാനം ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഏറനാടിൻ്റെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ വികസന മുരടിപ്പ്, ഫ്ലക്സ് ബോർഡ് വിപ്ലവം, ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിധി എഴുതും എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ പ്രതീക്ഷ. നമുക്കറിയാം ഈ 7 പഞ്ചായത്തുകളും നമ്മുടെ മണ്ഡലങ്ങളിലെല്ലാം താങ്കൾ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ, ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് മാറ്റി നിർത്തി ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ എന്ത് പോരായ്മയാണ് അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടത്? പോരായ്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഓരോരോ പ്രദേശത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ചാലിയാറിൽ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിതമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കേണ്ടത്. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഊർങ്ങാട്ടിരിയിൽ വന്യജീവികളുടെ ശല്യം, അവിടുത്തെ ഭൂമിയുടെ ന്യായവില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹയർ സെക്കൻഡറി സ്കൂളില്ലാത്ത കാര്യങ്ങൾ, അരീക്കോട്ടിലേക്ക് വന്ന ഗ്രൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, ആശുപത്രിയുടെ പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് ഏറനാട് മണ്ഡലത്തിൽ A to Z ആണ് പ്രശ്നങ്ങൾ. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രശ്നങ്ങളാണ്. ഈ മണ്ഡലത്തിൽ ഫ്ലക്സ് ബോർഡ് ഒഴികെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഓക്കെ. ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ ജനങ്ങളുടെ ഇടയിൽ ക്യൂ നിന്ന് ആ ഒരു ഏറ്റവും നന്നായി അവരൊക്കെ കൺഫേം ചെയ്തിട്ടാണ് താങ്കൾ വോട്ട് രേഖപ്പെടുത്തിയത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം? അതങ്ങനെ ഈ നിൽക്കുന്ന ആളുകളൊക്കെ ജനാധിപത്യ അവകാശം ഉപയോഗിക്കാൻ വേണ്ടി വന്നവരല്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും എനിക്കും ഇവർക്കും എല്ലാവർക്കും ഒരു വോട്ടാണുള്ളത്. ഞാനൊരു സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ട് മറ്റൊരാളെ മറികടക്കാനുള്ള ഒരു അവകാശം എന്നിലായിട്ടില്ല. അതിൻ്റെ റൈറ്റ് അല്ല. ഓരോ പൗരൻ്റെയും റൈറ്റ് അനുവദിച്ചു കൊടുക്കുക. എന്നെപ്പോലെ തന്നെ ഞങ്ങളെപ്പോലെ രാവിലെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വന്ന ആളുകളാണ്. അവരുടെ പിന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു നേതാവ് എപ്പോഴും ചെയ്യേണ്ടത്. പിന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. മുന്നിൽ നിന്ന് നയിക്കേണ്ടിടത്ത് നയിക്കുക, ബാക്കി എല്ലാ സമയവും ജനങ്ങളുടെ പിന്നിൽ നിൽക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. ഓക്കെ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സുൽഫിക്ക അല്ലേ, സൽവ സുൽഫിക്ക നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്കറിയാം ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയാവുകയാണ്. എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അദ്ദേഹത്തിന്? നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവിധ വിജയാശംസകളും നേരുന്നുണ്ട്. നമുക്കറിയാം സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ പ്രയാസങ്ങൾ നമ്മുടെ കേരളത്തിലും അതുപോലെ നമ്മുടെ മണ്ഡലത്തിലൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന സമയത്ത് താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഫോം ചെയ്യാറുണ്ട്, അറിയിക്കാറുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ടോ വീട്ടിൽ? രാഷ്ട്രീയ ചർച്ചകൾ വല്ലപ്പോഴും കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഏതായിരുന്നാലും നമുക്കറിയാം ഈ ഒരു 9-ാം തീയതി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് കേരളം എത്തി നിൽക്കുകയാണ്. നമ്മോടൊപ്പം കീഴ്ശ്ശേരിയിലെ 185-ാം ബൂത്തിൽ ഷഫീർ കീഴ്ശ്ശേരിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമൊത്താണ് നമ്മളുണ്ടായിരുന്നത്. ന്യൂസ് 10 അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.